ഏതോ ജന്മകൽപ്പനയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അഞ്ജലി സത്യങ്ങളെല്ലാം തിരിച്ചറിയാണ് കേട്ടോ. നമ്മുടെ ശ്യാം അഞ്ജലിയെ ചതിക്കുകയാണ് എന്നുള്ളതും ശ്രുതിയും അതുപോലെ അശ്വിനും ഒക്കെ പറയുന്നത് സത്യമാണെന്നുള്ള കാര്യവും നമ്മുടെ അഞ്ജലി തിരിച്ചറിയുകയാണ്. ഈ ഒരു അവസ്ഥയിൽ അഞ്ജലി ബോധം കെട്ട് താഴെ വീഴുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് തൻ്റെ കുഞ്ഞിനെ ഇനി വേണ്ട, ആ ദ്രോഹിയായ അയാളുടെ കുഞ്ഞ് ഇനി എൻ്റെ വയറ്റിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നശിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അശ്വിന് അഞ്ജലിയെ ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് ഈ ഒരു അവസ്ഥയ്ക്കൊക്കെ കാരണം നമ്മുടെ ശ്രുതിയാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രുതിയെ ഇടയ്ക്ക് കുറ്റപ്പെടുത്തുന്നൊക്കെ ഉണ്ട്. പക്ഷെ അത് അഞ്ജലിയോടുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു രീതിയിലാണ് ശ്രുതിയെ കുറ്റപ്പെടുത്തുന്നത്. പക്ഷെ അത് ശ്രുതിക്ക് സഹിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മുടെ അശ്വിൻ തന്നെ നമ്മുടെ ശ്യാമിനെ പുറത്തേക്ക് ഇടുകയാണ്, പുറത്താക്കുകയാണ് അവിടെ നിന്നിട്ട്. ആ ഒരു സമയത്താണ് നമ്മുടെ അഞ്ജലി ബോധം കെട്ട് വീഴുന്നതൊക്കെ. പക്ഷേ ഇതൊന്നും നമ്മുടെ അശ്വിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ അഞ്ജലി നമ്മുടെ അശ്വിനോട് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അയാൾ രാജകുമാരി എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അയാൾ എന്നോട് വളരെ ആത്മാർത്ഥമായിട്ടാണ് പെരുമാറുന്നത് എന്നും ഒരു ഭാര്യയെ സ്നേഹിക്കുന്നതിലപ്പുറം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. അതുകൊണ്ടായിരുന്നു ഞാൻ ആദ്യം നിങ്ങൾ പറഞ്ഞത് വിശ്വസിക്കാതെ ശ്രുതിയെ അടിച്ചതും ഒക്കെ. ഇപ്പോഴാണ് സത്യങ്ങളെല്ലാം എനിക്ക് ബോധ്യപ്പെട്ടത്. എന്നോട് മാപ്പാക്കണം. ആ ദ്രോഹിയെ ഇനി ഇങ്ങോട്ട് കയറ്റാനോ ഒന്നും പാടില്ല. അയാളുടെ കുഞ്ഞും എൻ്റെ വയറ്റിൽ ഇനി വേണ്ട എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് അശ്വിൻ പറയുന്നുണ്ട്, അയാൾ തെറ്റ് ചെയ്തു എന്ന് കരുതിയിട്ട് ആ കുഞ്ഞെന്ത് തെറ്റ് ചെയ്തു ചേച്ചി, അത് ഒരിക്കലും പറയരുത്. നമുക്ക് അയാളെ അങ്ങ് വിട്ടുകളയാം, ഇനി ആ ഭാഗം ചിന്തിക്കണ്ട എന്നൊക്കെ നമ്മുടെ അശ്വിൻ അഞ്ജലിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ അതൊന്നും അഞ്ജലി ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. എന്നിട്ട് പറയുന്നുണ്ട്, എന്തൊക്കെ തന്നെയായാലും ആ ദ്രോഹിയുടെ കുഞ്ഞല്ലേ, അതിനും അങ്ങനെ ഒരു സ്വഭാവമേ ഉണ്ടാവുകയുള്ളൂ. ആരുടെയും സ്നേഹം തിരിച്ചറിയാനുള്ള കഴിവൊന്നും ഉണ്ടാവത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ ഒരു സമയത്തൊക്കെ അശ്വിൻ ചേർത്ത് പിടിച്ചിട്ട് അഞ്ജലിയെ ആശ്വസിപ്പിക്കുകയാണ്. പക്ഷേ അവരുടെ മുന്നിലേക്ക് ശ്രുതിക്ക് വരണമെന്നുണ്ടായിരുന്നു. അവരുടെ സംഭാഷണങ്ങളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സങ്കടം കൊണ്ടും താൻ കാരണമായിരിക്കുമോ ഇനി ഇങ്ങനെ സംഭവിച്ചത്, ഇനി ഞാൻ അടുത്തുപോയി നിന്നാൽ പിന്നെ എന്നെ കണ്ടാൽ അവർക്ക് ഇനി എന്തെങ്കിലും ടെൻഷൻ അധികമാകുമോ എന്നൊക്കെ ചിന്തിച്ചിട്ട് സങ്കടത്തോടു കൂടി അവരുടെ സംഭാഷണമൊക്കെ കേട്ടിട്ട് വാതിലിനരികിൽ ശ്രുതി നിൽക്കുകയാണ്.